കുട്ടികളുടെ പരീക്ഷയെക്കുറിച്ചൊക്കെ തന്നെ ഈ അധികാരികൾ കാര്യമായ വിചിന്തനം നടത്തിയിട്ടാണോ ഇതൊക്കെ സംഘടിപ്പിക്കുന്നത് എന്ന് നമുക്ക് വളരെ സംശയം തോന്നുന്നു. 12ാം ക്ലാസ് പരീക്ഷയുടെ ഈ വാല്യുവേഷൻ മൂല്യനിർണ്ണയത്തിനെതിരെ ഉയർന്ന പരാതികളിൽ CBSEയോട് വിദ്യാഭ്യാസ മന്ത്രാലയം, കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയമാണ് വിശദീകരണം തേടിയെന്ന വാർത്ത വരുന്നുണ്ട്. പുനർമൂല്യനിർണ്ണയത്തിന്, അതായത് റീവാല്യുവേഷൻ, അതിന് അപേക്ഷിക്കാനുള്ള സമയപരിധി ഇന്ന് അവസാനിക്കുകയാണ്. അപേക്ഷിക്കാനുള്ള പോർട്ടൽ 5ാം ദിവസമായി ഇന്നലെയും പ്രവർത്തിച്ചില്ല. കിടക്ക ഔട്ട് ഓഫ് ഓർഡർ. ബൽറാം നെടുങ്ങാട് ഡൽഹിയിൽ നിന്ന് ചേരുന്നു. കുട്ടികളുടെ കാര്യങ്ങളിലൊക്കെ തന്നെ ഇത്ര ലാഘവത്തോടെ CBSE ബോർഡ് കാണുന്നു എന്നുള്ളത് വളരെ വളരെ പ്രതിഷേധാർഹമാണ്. ബൽറാം, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എസ് കെ സൂചിപ്പിച്ച പോലെ തന്നെ ഏറെ പ്രതിഷേധാർഹമായ ഒരു നടപടിയാണ് ഇത്തവണ CBSEയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക പ്രത്യേകിച്ച് ഈ +2 വിദ്യാർത്ഥികൾ, CBSE +2 വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ഉയരുന്നുണ്ട്. ഇത്തവണ നിരവധി പരാതികളാണ് ഉയർന്നു വന്നത്. ഈ CBSE 12ാം ക്ലാസ് ഫലം വന്നതോടുകൂടി തന്നെ വിദ്യാർത്ഥികൾക്ക് ഭൂരിഭാഗം പേർക്കും തങ്ങൾ പ്രതീക്ഷിച്ച ഒരു മാർക്ക് ഇല്ലാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെ അവർ പുനർമൂല്യനിർണ്ണയത്തിനായുള്ള അപേക്ഷകൾ സമർപ്പിക്കുകയാണ്. എന്നാൽ ആ ഘട്ടത്തിലും തടസ്സങ്ങൾ നേരിടുന്നു. വെബ്സൈറ്റ് ഹാങ് ആയ നിലയിലാണ്. തുടർന്ന് നേരത്തെ പ്രഖ്യാപിച്ച അവസാന തീയതി നീട്ടി നൽകുന്ന സാഹചര്യമുണ്ടായിരുന്നു. നീട്ടി നൽകിയ തീയതി ഇന്ന് അവസാനിക്കുകയാണ്. ഈ ഒരു ഘട്ടത്തിലും ഈ പോർട്ടൽ ഇപ്പോഴും പ്രവർത്തനക്ഷമമല്ല പൂർണ്ണമായും എന്നുള്ളതാണ്. പല വിദ്യാർത്ഥികൾക്കും തങ്ങൾ ഫീസ് അടച്ച ശേഷം ഈ അപേക്ഷ പൂർത്തിയാക്കാൻ കഴിയാത്തതായുള്ള പരാതികൾ ഉയരുന്നുണ്ട്. ചിലർക്ക് അത് തങ്ങളുടെ അക്കൗണ്ട് തുറക്കാൻ പോലും കഴിയാത്ത സാഹചര്യമുണ്ട്. ഇതെല്ലാം തന്നെ വലിയ ആശങ്ക വിദ്യാർത്ഥികൾക്കിടയിൽ പടരുന്നുണ്ട്. ഒപ്പം തന്നെ മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ട ഓൺ സ്ക്രീൻ ഇവാലുവേഷൻ പ്രോസസ്സാണ് ഇത്തവണ നടപ്പാക്കിയത്. അതുമായി ബന്ധപ്പെട്ട് സ്കാൻ ചെയ്ത ഉത്തരക്കടലാസുകൾ വ്യക്തതയില്ലാത്തതാണ് എന്നുള്ള ആക്ഷേപവും വ്യാപകമായി ഉയരുന്നുണ്ട്. ഇതെല്ലാം തന്നെയാണ് ഈ പരീക്ഷയെ, മാർക്കിനെ എല്ലാം ബാധിച്ചതെന്ന് വിദ്യാർത്ഥികൾ പരാതിപ്പെടുമ്പോഴും എന്താണ് ഒരു ബദൽ സംവിധാനം എന്നതിനെക്കുറിച്ച് യാതൊരു മറുപടിയും CBSE നൽകുന്നില്ല. എന്തായാലും പുനർമൂല്യനിർണ്ണയത്തിന്റെ സമയപരിധി ഇന്ന് അവസാനിക്കാനിരിക്കെ ഈ ആക്ഷേപങ്ങൾ, വെബ്സൈറ്റുമായി ബന്ധപ്പെട്ടുള്ള ആക്ഷേപങ്ങളിലാണ് മന്ത്രിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. സംഭവത്തിൽ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ CBSEയോട് റിപ്പോർട്ട് തേടിയിരിക്കുന്നു. ഉടൻ തന്നെ പ്രശ്നം പരിഹരിക്കാൻ നടപടിയെടുക്കാനുള്ള കർശന നിർദ്ദേശവും കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ നൽകിയിട്ടുണ്ട്. എന്തായാലും ഈ കാര്യങ്ങളിൽ ഉടൻ തന്നെ പരിഹരിക്കുമെന്നും അല്ലെങ്കിൽ സമയപരിധി നീട്ടുമെന്നുമുള്ള പ്രതീക്ഷയാണ് വിദ്യാർത്ഥികളിൽ. CBSEയിൽ നിന്നും ഉടൻ ഒരു പ്രതികരണം ഈ വിഷയത്തിൽ പ്രതീക്ഷിക്കുന്നുമുണ്ട്. ഓക്കെ, താങ്ക് യു ബൽറാം നെടുങ്ങാടി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.